ഹരിനന്ദനം ഒരു പ്രണയകഥ ഭാഗം 16. രചന സ്വപ്നങ്ങളുടെ രാജകുമാരി. ദിവസങ്ങൾ കടന്നുപോയി. ഹരി പലപ്പോഴായി ഒളിഞ്ഞും തെളിഞ്ഞും തൻ്റെ പ്രണയം നന്ദുവിനോട് പറഞ്ഞെങ്കിലും അവൾ അവനോട് പോസിറ്റീവായി പ്രതികരിച്ചില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ തന്നെ അനാഥയാക്കിയ ദുഷ്ടന്മാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലായിരുന്നു. ഇതിനിടയ്ക്ക് വീട്ടിൽ കലയും സുധാകരനും സ്വാതിയും ഇല്ലാതിരുന്ന സമയത്ത് എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ എന്ന് കരുതി നന്ദു സുധാകരൻ്റെ അലമാര പരിശോധിച്ചു. ടൗണിൽ രാകേഷിൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പെട്രോൾ പമ്പിൻ്റെയും ബാർ ഹോട്ടലിൻ്റെയും സൂപ്പർ മാർക്കറ്റിൻ്റെയും യഥാർത്ഥ ഉടമ സുധാകരനാണെന്ന് അവൾക്ക് മനസ്സിലായി. ആ പേപ്പേഴ്സിൻ്റെയൊക്കെ ഫോട്ടോ ഫോണിലെടുത്ത് നന്ദു ഹരിക്ക് അയച്ചു നൽകി. പക്ഷേ ശക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഹരി നിശബ്ദത പാലിച്ചു. ഇനി വിവാഹത്തിനൊരു മാസമേ ഉള്ളൂ. ഇരു കൂട്ടർക്കും ക്ഷണിക്കാനുള്ളത് ഒരേ ആൾക്കാർ തന്നെ ആയതിനാൽ സുധാകരനും കലയും ഹീരയും കൂടിയാണ് വിവാഹം ക്ഷണിക്കാൻ പോകുന്നത്. ഹീരയോട് ആരും അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. വിവാഹ തീയതി അടുത്തിട്ടും ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും കിട്ടാത്തതിൻ്റെ ടെൻഷനിലായിരുന്നു ഹരി. വീട്ടിൽ ഹീരയും കുടുംബവും ഉള്ളതിനാൽ നന്ദുവിനെ ഒന്ന് അടുത്ത് കിട്ടുന്നുമില്ല. സമയം രാത്രി 12 മണിയായി. ഹരി എന്നത്തെയും പോലെ ടെറസിൽ ഉലാത്തുകയായിരുന്നു. പെട്ടെന്ന് തൊഴുത്തിൻ്റെ സൈഡിൽ ഒരു അനക്കം കേട്ടു. പശു വല്ലാതെ കരയുകയും ചെയ്തു. പുള്ളിപ്പശുവിൻ്റെ പ്രസവം അടുത്തിരിക്കുകയാണ്. ഇനി അതിലെന്തെങ്കിലും വയ്യായികയാകുമെന്ന് കരുതി ഹരി വേഗം അവിടേക്ക് പോയി. പക്ഷെ പുള്ളിപ്പശുവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ കുറച്ച് വൈക്കോലെടുത്ത് അവൾക്കും മറ്റു പശുക്കൾക്കും കൊടുത്തു. തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് ഫാമിനടുത്തായുള്ള ഒറ്റമുറി കെട്ടിടത്തിൽ നിന്നൊരു പെണ്ണിൻ്റെ ചിരി കേട്ടത്. പാതി പൊളിഞ്ഞ ജനാലയിൽ കൂടി ചെറിയ പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. ഹരി ഒച്ച ഉണ്ടാക്കാതെ അവിടേക്ക് പോയി. അവൻ പതുക്കെ ജനാല വഴി അകത്തേക്ക് നോക്കി. സ്വാതിയാണത്. കൂടെ ഏവനും ഒരുത്തനുമുണ്ട്. ഹരി ശ്രദ്ധിച്ചു നോക്കി. അല്ല, അവൻ്റെ മുഖം വ്യക്തമല്ല. ഹരി പെട്ടെന്ന് മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി. നൈമിഷികമായ ശാരീരിക സുഖത്തിൻ്റെ പുതുതലങ്ങൾ തേടിക്കൊണ്ടിരുന്ന സ്വാതി അതറിഞ്ഞില്ല. ഹരി ഒരല്പം അവിടെ നിന്ന് മാറി നിന്ന് അടുത്ത വീട്ടിലെ സുമേഷിനെ വിളിച്ച് ഫാമിനോട് ചേർന്നുള്ള ഒറ്റമുറിയിൽ കള്ളൻ കയറിയിട്ടുണ്ടെന്നും പെട്ടെന്ന് അവിടേക്ക് വരാനും പറഞ്ഞു. സുമേഷ് പോലീസിനായതിനാൽ അവൻ ഉടൻ തന്നെ അടുത്തുള്ള സ്റ്റേഷനിൽ കാര്യം അറിയിച്ചു. പിന്നെ കുറച്ച് അയൽക്കാരെയും കൂട്ടി അവർ ഹരി പറഞ്ഞ സ്ഥലത്തേക്കെത്തി. ഈ സമയം കൊണ്ട് ഹരി വീട്ടിലുണ്ടായിരുന്ന ഉണ്ണിയെ വിവരം അറിയിച്ചു. ഉണ്ണിയാണ് സുധാകരനെ കാര്യം അറിയിച്ചത്. എല്ലാവരും എത്തിയ ശേഷം സുമേഷ് തന്നെ വാതിലിൻ്റെ കുറ്റി ഇളക്കി. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് വേറെ നിവർത്തിയില്ലാതെ സ്വാതി വാതിൽ തുറന്ന് വെളിയിലിറങ്ങി. സ്വാതി പുറത്തേക്കിറങ്ങിയതും എന്തെടുക്കുമായിരുന്നടി ഈ സമയത്ത് നീ ഇതിനകത്ത് എന്നലറിക്കൊണ്ട് സുമേഷ് അകത്ത് കയറി. അകത്ത് പഴയൊരു കട്ടിലിനടിയിലായി ഒളിച്ചിരുന്നവൻ്റെ കയ്യിൽ പിടിച്ചിഴച്ച് അവൻ്റെ വാരിയെല്ലിനിട്ടൊരു ചവിട്ടും വെച്ചു കൊടുത്തു. എന്നിട്ട് അവനെയും പിടിച്ച് മുറിക്ക് പുറത്തിട്ടു. പറയടാ ഡാഷ് മോനെ, എത്ര നാളായടാ നീയൊക്കെ ഈ പണി തുടങ്ങിയിട്ട്? 3 മാസമായണ്ണ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. ഇവളെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് എത്തി. ആള് കൂടുന്ന കണ്ടപ്പോൾ ഹീരയും കലയും കൂടെ അവിടേക്ക് പോയി. അഴിഞ്ഞുലഞ്ഞ മുടിയും സ്ഥാനം മാറി കിടക്കുന്ന സ്വാതിയുടെ വസ്ത്രങ്ങളും അല്പവസ്ത്രധാരിയായി അവളുടെ അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെയും കണ്ട് കലയ്ക്കും ഹീരയ്ക്കും കാര്യം മനസ്സിലായി. സുധാകരൻ തല താഴ്ത്തി നിൽക്കുകയാണ്. കല അവളെ അടിക്കാനായി മുന്നോട്ടറിഞ്ഞു. പോലീസ് അവരെ തടഞ്ഞു. കലയോടും സുധാകരനോടും ഹരിയോടും പിന്നാലെ വരാൻ പറഞ്ഞ് പോലീസ് സ്വാതിയെയും ആ ചെറുപ്പക്കാരനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി. നേരം വെളുത്തപ്പോഴേക്കും ഹരിക്ക് സുമേഷിൻ്റെ കോൾ വന്നു. സ്ഥലത്തെ പ്രധാന കോഴിയായ മനോജാണ് സ്വാതിയുടെ കൂടെയുള്ള പയ്യൻ. യാതൊരു ജോലിയും കൂലിയുമില്ല. എന്നാലും അവൻ്റെ ദുസ്വഭാവങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പോലീസ് വിളിപ്പിച്ചതിനെ തുടർന്ന് മനോജിൻ്റെ അമ്മ സ്റ്റേഷനിലെത്തി. പകൽ വെളിച്ചത്തിൽ മുഖം വ്യക്തമായി കണ്ടപ്പോഴാണ് ഹരിക്ക് മനോജിനെ മനസ്സിലായത്. അന്നയുടെ എൻഗേജ്മെൻറ്റിന് അല്ലു പരിചയപ്പെടുത്തിയിരുന്നു. അന്നവൻ നന്ദുവിനെ കമൻ്റ് അടിച്ചിരുന്നു. പോലീസ് ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ഹരിയുമായി സ്വാതിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കാര്യം സുധാകരൻ SIയോട് പറഞ്ഞു. തനിക്ക് ഇവളെ കല്യാണം കഴിക്കണോ? SI ഹരിയോട് ചോദിച്ചു. ഒട്ടും അമാന്തിക്കാതെ ഹരി പറഞ്ഞു. എന്തായാലും നാട്ടുകാരുടെ മുന്നിൽ നാറി. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങിയിട്ട് മാസങ്ങളുമായി. ഇവൾക്കിവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ തടസ്സം നിൽക്കില്ല സാറേ. അവർ കല്യാണം കഴിച്ചോട്ടെ. ഇത് കേട്ട മനോജിൻ്റെ അമ്മ പറഞ്ഞു. ഇവൻ ആരെ വേണേലും കെട്ടിക്കോട്ടെ, പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല. ഞാൻ വാടക കൊടുക്കുന്ന വീടാ സാറേ ഇത്. ഇവൻ ഇട്ടേക്കുന്ന അടിവസം വരെ ഞാൻ കണ്ടവൻ്റെ വീട്ടിൽ എച്ചിൽ പാത്രം കഴുകി കിട്ടുന്ന കാശിന് വാങ്ങിച്ചതാ. ഇനി ഇവൻ്റെ കെട്ടിയോൾക്കും കൂടെ ചിലവിന് കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ല സാറേ. മോനെ ഹരി, ഈ അവസ്ഥയിൽ നീ ഞങ്ങളെ കൈവിടരുത്. ഇവൾ ഇനി ഒരു തെറ്റും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം, കല അപേക്ഷിച്ചു. പിന്നെ കണ്ടവൻ്റെ കൊച്ചിൻ്റെ തന്തയാകേണ്ട ഗതികേട് ഇവനില്ല. കലയ്ക്ക് മറുപടി നൽകിയത് ഉണ്ണിയാണ്. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം പിറ്റേ ദിവസം കുടുംബക്ഷേത്രത്തിൽ വെച്ച് സ്വാതിയുടെ കഴുത്തിൽ മനോജ് താലി കെട്ടി. മനോജിൻ്റെ അമ്മയും സഹോദരിയും വിവാഹത്തിൽ പങ്കെടുത്തെങ്കിലും സ്വാതിയെയും മനോജിനെയും കൂടെ കൂട്ടാതെ അവർ തിരികെ പോയി. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ സ്വാതിയെയും മനോജിനെയും വീട്ടിൽ കയറ്റില്ല എന്ന് മുത്തശ്ശി വാശി പിടിച്ചു. കല കരഞ്ഞ് കാല് പിടിച്ചെങ്കിലും മുത്തശ്ശി ഇത്തവണ സമ്മതിച്ചില്ല. മാധവിയോട് പറഞ്ഞ്
കോളനിയിൽ ഒരു വാടക വീടെടുത്ത് കൊടുത്തു കല. വീട്ടിലെ പുതിയ വിശേഷം അറിയാൻ വന്ന നാട്ടിലെ പ്രമാണിമാർക്ക് മുന്നിൽ തല താഴ്ത്തി മറുപടികൾ ഏതുമില്ലാതെ ഇരിക്കുന്ന സുധാകരനെ കാണെ നന്ദുവിന് പുച്ഛം തോന്നി. വൈകുന്നേരം നാട്ടുകാർ എല്ലാവരും ഒഴിഞ്ഞ ശേഷം രാധയും കൂട്ടി ഹരി സുധാകരൻ്റെ അടുത്തെത്തി. കൂടെ ഹീരയും ഉണ്ണിയുമുണ്ട്. പുറത്തേക്ക് വന്ന മുത്തശ്ശിയെ സാക്ഷിയാക്കി സ്വാതി തന്നെ അണിയിച്ച മോതിരം ഹരി തിരികെ നൽകി. ഞാൻ തോറ്റുപോയി ഏട്ടത്തി എന്ന് പറഞ്ഞ് സുധാകരൻ പൊട്ടിക്കരഞ്ഞു. ഇതു തൻ്റെ ആദ്യത്തെ തോൽവിയാണ്. ഇനി എത്ര തോൽവികൾ കാണാൻ കിടക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞ് ഹരി അവിടെ നിന്നും ഇറങ്ങി. തുടരും. എൻ്റെ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ഇടണം കേട്ടോ.